ഹലോ ഗൈസ്, സത്യത്തിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അശ്വതി. ഓക്കെ, ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഗൈസ് വീണ്ടും ഒരു മൂവി റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നത്. ഓക്കെ, ഞാൻ ഫെബ്രുവരി 14 ഞാൻ കണ്ട ഫിലിം എന്ന് വെച്ചാൽ ദാവീദ്. ആ ഫിലിം ഞാൻ ഫെബ്രുവരി 14 ഫസ്റ്റ് ഷോയാണ് ഞാൻ പോയി കണ്ടത്. സോ എനിക്ക് അപ്പം തന്നെ മൂവി റിവ്യൂ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ എനിക്ക് ഡ്യൂട്ടിയിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ആ മൂവി റിവ്യൂ ചെയ്യാൻ പറ്റില്ല. സോ എനിക്കിപ്പോഴാണ് സമയം കിട്ടി. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ചു. സോ നമ്മൾ പോയി കണ്ട ഫിലിമാണ് ഓക്കെ ദാവീദ്. പെപ്പയുടെ കിഡിലോസി ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡിലോസി. ഞാനാണെങ്കിൽ ഈ ഒരു ജനുവരി ഫെബ്രുവരി വെച്ച് ഈ ഒരു മാസത്തിൻ്റെ ഇടവേളയിൽ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫിലിമാണ് ദാവീദ്. നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി തിയേറ്ററിൽ പോയി കാണണം. കാരണം അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലോസി ഫിലിം തന്നെയാണ് ദാവീദ്. എന്ന് വെച്ചാൽ ഞാൻ തന്നെ കേസ് തിയേറ്ററിൽ ഞാൻ പേഴ്സണലി ഫുള്ള് എൻജോയ് ചെയ്ത ഫിലിമാണ്. എൻജോയ് ചെയ്ത് മീൻസ് ഹാപ്പിനെസ് അല്ല, അതാണ് എന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ അയാളുടെ പെപ്പയുടെ ഫൈറ്റും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഞാൻ തിയേറ്ററിൽ നിന്ന് കൂടുതൽ വിളിച്ച് അടിച്ച് പൊളിച്ച് കണ്ട ഫിലിമായിരുന്നു ദാവീദ്. എന്താണെന്നല്ല ഫിലിം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണും. കാരണം ഒരിക്കലും പെപ്പയുടെ ആർഡിക്സിന് ശേഷം പെപ്പയുടെ ഒരു അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ പെപ്പയുടെ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പയുടെ ലുക്കാണ് കേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പെപ്പയുടെ ലുക്ക് എടുത്ത് പറയേണ്ട തന്നെയായിരുന്നു. അടിപൊളി ഒരു ലുക്കായിരുന്നു പെപ്പയുടെ. അതുപോലെ പെപ്പയുടെ ഫൈറ്റും അഭിനയവും അടിപൊളിയായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ നിങ്ങൾക്കൊക്കെ നൈസ് പടം. കാരണം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഫിലിം തന്നെയാണ്. നിങ്ങൾ തിയേറ്ററിൽ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കേസ്. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. അടിപൊളി ഫിലിമായിരുന്നു. എനിക്ക് പെപ്പ. പിന്നെ ഗൈസ്, ഈ ദാവീദ് ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗോവിന്ദൻ വിഷ്ണു ആണ്. ഇത് എഴുതിയിരിക്കുന്നത് രാജീവനാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അബി അലക്സ് എബ്രഹാം. പിന്നെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസിൻ്റെ ആണ്. പിന്നെ ഇതിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടതാണ് ഗൈസ്. പിന്നെ നമ്മുടെ പെപ്പയുടെ ആ ഒരു കോസ്റ്റ്യൂമും ആ മുണ്ടൊക്കെ എടുത്തിട്ടുള്ള വരവെന്ന് പറയുമ്പോൾ തിയേറ്ററിൽ കയ്യടി വാരി കൂട്ടിയതാണ് ഗൈസ്. അപ്പം പിന്നെ പറയാനുള്ള ഗൈസ്, ഈ ദാവീദ് ഫിലിമിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സും കൂടിയാണ്. പിന്നെ ഇതിൽ എല്ലാവരും ഒന്നിന് മെച്ചമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഗൈസ്, നിങ്ങളിത് കാണാത്തവരോട് ഞാൻ വീണ്ടും പറയണം, തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക.